ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ ഞാനും കണ്ടിരുന്നു. ശരിക്കും ആ സിനിമയിൽ കുറെ മാഫിയ സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. ഇതൊരു റിയാലിറ്റി ആണോ? റിയാലിറ്റി എന്ന് തോന്നുന്നു. ഇപ്പൊ നിങ്ങൾ പല സിനിമയിൽ എടുത്തപ്പോൾ ജോജുവിന്റെ സിനിമ, അതിൽ ഈ ന്യൂ ജനറേഷൻ നായകന്മാരും അല്ല ഓൾഡ് ജനറേഷൻ നായകന്മാരും ന്യൂ ജനറേഷൻ പയ്യന്മാരായിട്ടുള്ള ഫൈറ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റേ പടം ഞാൻ കണ്ടില്ല, ഉണ്ണി പോകുന്നില്ല. അതിൽ ഞാൻ കേട്ടത് ഈ പറയുന്ന ന്യൂ ജനറേഷൻ ഡ്രഗ് മാഫിയയും ഒക്കെ ആയിട്ടുള്ള രണ്ട് ന്യൂ ജനറേഷൻ ആണ് അതിൽ ഉള്ളൊരു ഫൈറ്റാണ്. അതുപോലെ വേറെ ഏതൊരു സിനിമ എടുത്താൽ കണ്ടു, അതിൽ ഓൾഡ് ജനറേഷൻ നായകന്മാരും ന്യൂ ജനറേഷൻ ഈ പറയുന്ന റെക്ലെസ് ആയിട്ടുള്ള എന്തിനും പോകുന്ന പയ്യന്മാരും തമ്മിലുള്ള ഈ ജെൻസി എന്നോ 90s കിഡ്സോ എന്നൊക്കെ പറയാവുന്ന പയ്യന്മാരുമായിട്ടുള്ള, അതിന് 80s കിഡ്സ്, നമ്മളൊക്കെ വിവാദപ്പെട്ട 80s കിഡ്സുമായിട്ടുള്ള, നിങ്ങൾ ചിലപ്പോൾ 90s കിഡായി, ഞാൻ 80s കിഡാണ്, ഉള്ള ഈ ഒരു ഫൈറ്റാണ് നമ്മൾ കാണുന്നത്. അത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു റിയാലിറ്റിയാണ്. നിങ്ങളിപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയോളൂ, ഈ ആളുകൾ ഇങ്ങനെ അവരുടെ സെൻസിബിലിറ്റിയാണ് പ്രശ്നം. പല വിഭാഗങ്ങളായിട്ട് നിൽക്കുകയാണ്. ഇപ്പം നമ്മളെ പോലെയൊക്കെയുള്ള ഇപ്പം എന്നെയൊക്കെ പോലുള്ള 80s കിഡ്, അതായത് നിങ്ങളെ പോലുള്ള 90s കിഡ്സ്, ഇവരൊക്കെ ഓരോ ബ്ലോക്കാണ്. ഇപ്പം 90s ക്ലിപ്പ് പിന്നെ ടീമിൻ്റെത് ഫേസ്ബുക്ക്, 80s ടീമും കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരും. 80s അവിടെ ഇടിച്ചു കയറുന്നതാണ്. അപ്പം അതുപോലെ തന്നെ പുതിയ ജെൻസീൻ്റെതാണ് ഇൻസ്റ്റാഗ്രാം. ജെൻസിയിൽ നമ്മളെ കേജുള്ള ഒരാൾ പോയാൽ, ഞാൻ അതിൽ നമ്മുടെ എൻ്റെ ചില സുഹൃത്തുക്കൾ വന്നുകൊണ്ട് ഒരു അക്കൗണ്ട് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് അല്ലാതെ ഞാനതിൽ ആക്റ്റീവ് അല്ല. കാരണം അവരുടെ ലാംഗ്വേജോ ആ ഫീൽഡോ ഒന്നും എനിക്ക് അങ്ങനെ ഓക്കെ ആവുന്നതല്ല. ഫേസ്ബുക്കിൽ ഞാൻ ജസ്റ്റ് വല്ലപ്പോയി ഫോട്ടോ ഇടുന്നതാണ്. പക്ഷേ അവിടെ നിങ്ങളവിടെ പോയിട്ട് രണ്ട് കളിച്ചാൽ പിള്ളേർ ചോദിക്കും, നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നത്, എന്തിനാ ഓപ്പണായി ചോദിക്കും. അത് വേറെ ലോകമാണ്. അവരത് ഭാഷ ഉപയോഗിക്കില്ല. അവർ ഉപയോഗിക്കുന്ന പലപ്പോഴും ഈ ഇമോജികളാണ് പലതരത്തിൽ. ഇപ്പം നമ്മൾ ഈ ലവ്മാർക്ക് കിട്ടുന്ന നമ്മൾ വിചാരിക്കും പ്രേമാണ്. അത് മാത്രമല്ല, പല കളറുള്ള ഇമോജീസ് ഉണ്ട്, അതിന് പല കോമ്പിനേഷൻ ഉണ്ട്, അതിൻ്റെ പല തീവ്രതകളുണ്ട്. അപ്പോൾ അങ്ങനെ വേറെ ലാംഗ്വേജ്, അത് വേറൊരു ജനറേഷൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഫൈറ്റ് നമ്മുടെ നാട്ടിലുണ്ട്, വളരെ കൃത്യമായിട്ട് നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, എല്ലാ കാലഘട്ടത്തിലെയും നിങ്ങൾ ഏത് കാലത്ത് സിനിമ, ഉദാഹരണമായിട്ട് ഇപ്പോൾ ജോണി വാക്കർ സിനിമ എടുത്തു നോക്കിയാലും അതിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വലിയ ന്യൂ ജനറേഷനിൽപ്പെട്ട ആളാണ്. മമ്മൂട്ടിയാണ് ഓൾഡ് ജനറേഷനിൽപ്പെട്ട നായകൻ എല്ലാ സിനിമകളിലും. ഇപ്പം കരിക്കും വില്ല കൊലപാതകം എന്നുകൊണ്ട് മദ്രാസിലെ മോൻ എന്നുള്ള സിനിമയാണത്. ഇപ്പം ന്യൂ ജനറേഷനെ സംബന്ധിച്ചാൽ അവർ പലപ്പോഴും ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഫീലുള്ള ആളുകളായി പൊതുവെ. അവർക്ക് അറിയില്ല, ലൈഫിൻ്റെ ഒരു തീവ്രത അറിയില്ലല്ലോ. നമ്മൾ ഇന്ന് മഹാന്മാരെന്ന് വിചാരിക്കുന്ന പല ആളുകൾ അവരുടെ ഏജിൽ ഇതൊക്കെ ഇതിൻ്റെ അപ്പുറത്തുള്ള ആട്ടം ആടിയ ആളുകളാണ്. ഈ ആട്ടം ആടിയിട്ട് പിന്നെ അവർ അതിൽ കുറേ ഒന്നും അല്ലാതായിപ്പോയി. പക്ഷെ കുറച്ച് ആളുകൾ തിരിച്ചറിയുന്നതൊന്നും അല്ല ലൈഫ്. പിന്നെ അവർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. അതായതൊരു സിനിമയെ പറഞ്ഞില്ലേ, മയക്കുമരുന്ന് നിർത്തിക്കഴിഞ്ഞാണ്ട് പിന്നെ ഒടുക്കത്തൊരു ബോഡി ബിൽഡിങ്ങിന് പോകുന്നത്. സൂര്യയുടെ ഒരു പടത്തിലും പിന്നെ അതൊരു കുഞ്ചാക്കോമൻ്റെ ഏതൊരു പടത്തിലും പറയുന്നതായിരുന്നു. എനിക്ക് കുഞ്ചാക്കോമൻ്റെ ലാൻജോസ് പടത്തിലാന്നു, പേപ്പർകാരനായിട്ടുള്ള സിനിമയല്ലേ, അതിൽ മറ്റൊന്നു. അപ്പം ഇതൊരു റിയാലിറ്റിയാണ് എല്ലാ കാലഘട്ടത്തിലും. ന്യൂ ജനറേഷൻ കുറച്ചുകൂടി വൾണറബിളാണ്. ഈ ന്യൂ ജനറേഷൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കൗമാരക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അതിനാണ് നമ്മൾ ഈ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയും, ക്രിസ്ത്യൻസിൻ്റെ ഭാഷ പറഞ്ഞാൽ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് കുട്ടികൾ അകന്നു പോകുന്ന, അവർ ഇൻഡിപെൻഡൻറ്റ് വ്യക്തിത്വം ആർജിക്കുന്ന ഒരു സമയമാണ് അത്. ഡാവിഞ്ചിയുടെ ഒരു പാരഡൈസ് ലോസ്റ്റിൽ ചെറിയൊരു വിടവ്, പിതാവിൻ്റെയും പുത്രൻ്റെയും കൈവിരലുകൾക്കിടയിൽ ചെറിയൊരു വിടവാണ്. ആ കാലഘട്ടമാണ് ഈ കൗമാരം. അപ്പോൾ ആ കാലഘട്ടം അവർ പുതിയ ലോകം അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവരെ ഫാസിനേറ്റ് ചെയ്യുന്ന എല്ലാത്തിനും പിന്നാലെ അവർ പോകും. എല്ലാവരും പോകണമെന്നില്ല, അങ്ങനെ അഡ്വഞ്ചറസ്. ബാക്കി പ്ലാനിങ് ഉള്ള പിള്ളേരുണ്ട്, അവരൊന്നും പോയില്ല. പക്ഷേ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട്, എസ്പെഷ്യലി വെൽ ടു ഡു ഫാമിലിയിൽ നിന്ന് പിള്ളേരാണെങ്കിൽ അവർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, അവരത് അന്വേഷിച്ച് പോകും. അങ്ങനെയാണ് എപ്പോഴും ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷൻ തന്നെ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ മിക്ക സിനിമകളും ഫൈറ്റ് ഉണ്ട്. ഇന്നും തന്നെ തുടങ്ങിയല്ല, ഇപ്പോഴും ഉണ്ട്. അപ്പം ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നമ്മൾ കാണുന്നതല്ലേ, എവിടെ നിന്നൊക്കെ വരുന്ന കുറേ പിള്ളേർ. ഈ പിള്ളേർ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ആ ഒരു ഏജാണ് അവരുടെ ഏജ്. അവരൊരു സിൻഡിക്കേറ്റായി മാറുന്നു. അവർ മയക്കുമരുന്ന് ക്യാരി ചെയ്യുന്നു. മയക്കുമരുന്ന് ക്യാരി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യം, അപ്പം പ്രായം ചെന്ന ആൾ മയക്കുമരുന്ന് ക്യാരി ചെയ്യുന്ന അയാൾ വളരെ ആരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതെ നിൽക്കും, ആരുടെ ശ്രദ്ധ ആകർഷിക്കാതെ നിൽക്കും. അപ്പം പോലീസുകാരൊക്കെ പറയുന്ന കാര്യമുണ്ട്, ബോംബ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പോകുന്ന ആളുകൾ നിങ്ങളെപ്പോലെ അങ്ങനെ കളർഫുൾ ഡ്രസ്സൊക്കെ വന്നിട്ട് സുന്ദരിയായിട്ടും പോകില്ല. ഇപ്പം എന്നെയൊക്കെ പോലെ കൂടുതലും സാധാരണക്കാരനായിട്ടേ പോകുള്ളൂ. അപ്പോൾ ആരും ശ്രദ്ധിക്കില്ല. സുന്ദരൻ്റെ കയ്യിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ സൺഗ്ലാസ് ഒക്കെ വെച്ച് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കും. അപ്പം ഇതേപോലെ ഇങ്ങനെ ഈ പക്കത്തുള്ള ആളുകൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരൊരിക്കലും ഈ പറഞ്ഞ ആളുകളെ അൺവാണ്ടഡ് അട്രാക്ഷൻ വിളിച്ചു വരുത്തി. ഇൻ കേസ് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവർ ഒഴിഞ്ഞു പോവുകയെ. അത് സത്യമേവ ചെയ്തതിൽ ദാവൂദ് ഇബ്രാഹിം കേരളത്തിൽ വന്ന് സുരേഷ് ഗോപിന്റെ അടികൊള്ളുന്ന സീനുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാവും. അയാൾ സുരേഷ് ഗോപിനെ സംസാരിക്കുമ്പോൾ എല്ലാം അയാൾ ഇങ്ങനെ, അല്ല മാളയനോട് സംസാരിക്കുമ്പോൾ എല്ലാം അയാൾ ഇങ്ങനെ
ഒഴിഞ്ഞു പോവുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് ഒരിക്കൽ കൺട്രോൾ പോകുമ്പോൾ മാളയല്ല മറ്റേ ഇയാളെ കുഞ്ചനെ പിടിച്ച് തല്ലുന്നു, അങ്ങനെയാണ് അയാൾ അകത്താവുന്നത്. ഇതാണ് ഇതിൻ്റെ രീതി. അപ്പം ആ സിനിമയിൽ കാണുന്നതാണല്ലോ ഈ പിള്ളേർ മയക്കുമരുന്ന് കൊണ്ടുവരുന്നു, അതിൽ ഈ പറയുന്ന അതിൽ നായിക അവർ അത് ചോദ്യം ചെയ്യുന്നു, അവരെ തല്ലുന്നു, മറ്റേ ജഗദീഷിനെ തല്ലുന്നു, പിന്നെ അതിൻ്റെ പുറത്ത് അവർ പ്രതികാരം ചെയ്യാൻ നടക്കുന്നു, ഇവർ പിടിച്ചു കൊടുത്തു. അപ്പം ഈ പിള്ളേർക്ക് അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഇവർ മനസ്സിൽ കൊണ്ടുവരുന്നു. വലിയ കൊള്ളക്കാരൊക്കെ ഈ കള്ളക്കടത്തുകാരും ഒക്കെ ആണെങ്കിൽ അവർ ഈ ചെറിയ പ്രശ്നങ്ങളൊന്നും കൊണ്ടെടുക്കില്ല. അവർ ഈ വലിയ വിഷയം അവരത് വിട്ടേക്കും. കാരണം നമ്മളെപ്പോഴും ചെറിയ ബോളുകൾ അന്വേഷിച്ച് പോകും, വലിയ ബോളുകൾ ഉണ്ടുപോകും നമ്മൾ കാണില്ല. അപ്പോൾ ഇത് പക്വതയുള്ള ആളുകളുടെ ഒരു പ്രിൻസിപ്പിളാണ്. അവർ ചെറിയ ബോളുകൾ അന്വേഷിച്ച് പോയി. പക്ഷേ ഈ കുട്ടികൾ അങ്ങനെയല്ല. ഇവരുടെ ഏജിൻ്റെ ഒരു പ്രശ്നമെല്ലാം കൊണ്ട് ഇവർ ചെറിയ ബോളുകൾ മനസ്സിലത് ഈഗോ ആയിട്ട് വെക്കും. അതെല്ലാം സിനിമയിൽ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊരു റിയാലിറ്റി തന്നെയാണോ? അല്ല, വലിയ പരിധി ഒരു റിയാലിറ്റിയാണ്. ഇത്തരത്തിൽ കുട്ടികൾ ഒരു അട്രാക്ഷൻ ചെയ്തുകൊണ്ട് തന്നെ, സമൂഹത്തിൽ ഒരു അട്രാക്ഷൻ ചെയ്തുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണോ സാർ പറയുന്നത്? അല്ല, ഇതിൻ്റെ ഒരു കാര്യം ആ സിനിമ കാണിക്കാത്ത വേറെ ഈ പിള്ളേർ വെറും പിള്ളേരല്ല, ഇവർക്ക് ലഹരി സപ്ലൈ ചെയ്യുന്നൊരു വേറൊരു വലിയ തിമിംഗലങ്ങളുണ്ട്, വലിയൊരു കാർട്ടനുണ്ട്. ആ കാർട്ടൻ ആ സിനിമയെ കാണിക്കുന്നില്ല. അതാണ് ആ സിനിമയുടെ വേറൊരു പ്രശ്നം. ബാക്കി എല്ലാ സിനിമയിലും ഒരു കാർട്ടൺ ഉണ്ടോ, ഹലോ മിസ്റ്റർ പെരേര എന്നുകൊണ്ട് കാണിക്കും. ഈ സിനിമയിൽ അത് കാണിച്ചില്ല. ഈ പിള്ളേരിൽ നിൽക്കുകയാണ്. ഈ പിള്ളേരിൽ ഇത് എത്തിച്ചു കൊടുക്കുന്ന ഒരു ടീം. ഈ പിള്ളേർ ഇത് ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇവർ കാരിയേഴ്സാണ്, ഇങ്ങനെ തലക്കുള്ള ആളുകളാണ്. ഇപ്പം നിങ്ങൾ പല കേസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെറുതെയാണ്, ഒരു കാര്യമില്ലാതെ ആണ് ആളുകൾ ഒരു ചോദ്യത്തിൻ്റെ പുറത്തേക്ക് എന്താണ് ഇവിടെ വെക്കുന്നതെന്ന് വെച്ചാൽ കുത്തിക്കൊല്ല അന്വേഷിച്ചൊക്കെ വലിയ ലഹരി അടിമയായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സോഷ്യൽ സൈക്കോളജിയിൽ ആ രീതിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ സൈക്കോളജിയിൽ വന്ന ആ മാറ്റമൊക്കെ ആ സിനിമയിൽ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ആ സിനിമയിൽ വേറൊരു കാര്യം, ഇത്തരം സിനിമകളിലെല്ലാം തന്നെ പൊതുവേ നമ്മൾ കുറേ പോലീസുകാർ ഇതിന് കൂട്ടിക്കുന്നതായി കണ്ടു. പക്ഷേ ആ സിനിമയിൽ അങ്ങനെ കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ പോലീസ് സെറ്റപ്പിൽ നല്ലൊരു വിഭാഗം ആളുകളോ അതിന് കൂട്ടിക്കുന്ന ആളുകളൊന്നുമല്ല. അവർക്ക് ഇതിൻ്റെ ഒരു വിപത്ത് നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. ഇപ്പം ഞാൻ പല പോലീസുകാരോട് സംസാരിച്ചപ്പോൾ ഇവർക്ക് കുട്ടികളുള്ളതല്ലേ, ഈ വിപത്ത് ആറ്റമ്പം വിടുന്ന പോലെയാണ്. ഇത് എവിടെ സ്ട്രൈക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ അങ്ങേയറ്റം കറക്റ്ററാന്ന് വിചാരിക്കുന്ന പോലീസുകാരൻ പോലും ഈ മോഹൻലാലിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. നമ്മളിപ്പം ബിസ്ക്കറ്റ് കച്ചവടക്കാരാണ്, ഇപ്പം കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയും. പക്ഷെ അതല്ലാതെ ഈ കാര്യം വരുമ്പോൾ അവർ വളരെ അലേർട്ടാണ്. അപ്പോൾ പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല പൊതുവേ കാണിക്കുക. ഒരു പോലീസ് ഓഫീസറിൻ്റെ തലയെ കൊണ്ട് ചോദിച്ചു കൊടുക്കുക എല്ലാം കൂടെ. ആ സിനിമയിൽ അതങ്ങനെ ഇല്ല. പോലീസ് ഓഫീസേഴ്സ് ചിലർ ഈ കാര്യത്തിൽ അതിൻ്റെ ഒരു ഗ്രാവിറ്റി തിരിച്ചറിയുന്നവരെ അവർ കുറച്ച് ഇൻഡിഫറൻ്റ് ആണ്. അതല്ലാതെ ഗ്രാവിറ്റി തിരിച്ചറിഞ്ഞപ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ ആ സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ഈ ജെൻസി പോസ്റ്റ് മോഡേൺ ജനറേഷനെ വളരെ കൃത്യമായിട്ട് അവരുടെ അപകടകരമായ ഒരു സൈഡിനെ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ആത്മഹത്യകളും നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള വെറും ആത്മഹത്യകളല്ല. പലപ്പോഴും അത് ബിഗ് ബോസിലൊക്കെ നടക്കുന്ന പല പരിപാടികളും കൊണ്ട് സ്ക്രിപ്റ്റഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പോലീസ് പലപ്പോഴും അന്വേഷണങ്ങളൊക്കെ എവിടെയെങ്കിലും ചെന്ന് നിർത്തും. അപ്പോൾ പോലീസ് പലപ്പോഴും പലതും അന്വേഷിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അറിയാം എന്താണ് ഉദാഹരണം. പക്ഷേ അറിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർ കൂടുതൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ സർക്കിളിൽ വേറെ പല പെൺകുട്ടികളും പെട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം അവസാനം ഇത് ലീക്കാവും. ആ പെൺകുട്ടികൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഒരാളെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും, 10 ആൾ അതിൻ്റെ ഭാഗമായിട്ട് സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ഇതുകൊണ്ടാണ് പോലീസ് പലപ്പോഴും ഇത്തരം കേസുകൾ വളരെ സൂക്ഷ്മതലത്തിൽ അന്വേഷിക്കും. പക്ഷേ പലപ്പോഴും കൺവിക്ഷനിലേക്ക് പോകാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണതാണ്. ഇന്ന് സാക്ഷികളെ പ്രസൻറ്റ് ചെയ്യണ്ടേ. സാക്ഷികളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ ജീവിതം നമ്മളൊക്കെ ഓക്കെ കൈയടിച്ചിട്ട് അവരുടെ ജീവിതം എന്താണ്, അവരെ കല്യാണം. പെൺകുട്ടിക്ക് ഇപ്പോഴും കല്യാണം നടക്കുന്നതാണ് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാം. നമ്മൾ വലിയ പിന്നെ ഈ മറ്റേ സിനിമയിലെ സോളമൻ എന്താണ്, നമുക്ക് നോക്കാം മുന്തിരിപ്പൂള്ള സോളമൻ സിനിമയിലേ ഉള്ളൂ. ആണുങ്ങൾക്ക് എന്തോ ആകും, പെണ്ണുങ്ങൾ പക്ഷേ ഭയങ്കര കുടുംബിനി ആയിരിക്കണം, എൻ്റെ ഭാര്യ ചാരിത്രവതിയായിരിക്കണം, ഞാൻ കെട്ടാൻ പോകുന്ന കൊച്ച് വെർജിനായിരിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളുകളെ എപ്പോഴും ഭൂരിപക്ഷം നമ്മുടെ സമുദായത്തിൽ. അതുകൊണ്ടാണ് ഈ കേസുകൾ പലതും കൺവിക്ഷനിലേക്ക് പോകുക. പോലീസിന് അറിയായിട്ട് പോലീസ് അന്വേഷിക്കാത്തതുകൊണ്ടല്ല. അപ്പം ഈ സിനിമ ഏതാണ്ടൊക്കെ അത് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സിനിമ പക്ഷെ ഓരോ കഥകളും ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളിലൂടെയൊക്കെ അല്ലേ സിനിമ ഇതിലേക്ക് ചിത്രീകരണത്തിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇതും ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളായിരിക്കും ഡയറക്ടർ അല്ലെങ്കിൽ തിരക്കഥ അനുഭവങ്ങളായിരിക്കും. ഒന്ന് ഒരുപാട് കഥകൾ ഇവർക്കൊക്കെ അറിയാമായിരിക്കും. പിന്നെ കാരണം ഈ നഗരങ്ങളിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കലാകാരന്മാർ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്. എല്ലാ ന്യൂസുകളും അവർ പത്രം വായിക്കുമ്പോൾ അവർക്ക് വേണ്ടത് അവരെ കണ്ണ് തടയും. അതാണ് അതിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന ഒരു പേടി നമ്മുടെ സമൂഹം എന്തുകൊണ്ട് ഈ സിനിമയിൽ ഹിറ്റാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേടി ഇപ്പോൾ സമൂഹത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പണ്ട് ഞാനൊക്കെ മുസ്ലിം സമുദായത്തിൽ ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മളന്ന് മൈൻഡ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ പള്ളി കമ്മിറ്റി കൂടി തീരുമാനിച്ചിരിക്കുന്നത് ലവന്മാരെയൊക്കെ പിന്നെ പള്ളി വിലക്കണം, അത് നല്ല തീരുമാനം. അവർക്കേ അത് പറ്റുള്ളൂ. കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ കാര്യങ്ങൾ ഹാൻഡ് ചെയ്യുന്ന കുടുംബങ്ങളും സമുദായ സംഘടനകളാണ്. അവർ വളരെ സജീവമായിട്ട് ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്.
അപ്പം ഈ എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഈ കാര്യം, എസ്പെഷ്യലി ഈ ഇൻ്റർനെറ്റൊക്കെ വന്നതോട് കൂടിയിട്ട് പിള്ളേർ എവിടെയാണ് ഇടപെടുന്നത്. നമുക്കൊന്നും ചില ലഹരികൾ കണ്ടാൽ മനസ്സിലാകുക പോലും ഇല്ല, നമ്മൾ വേറെ എന്താണെന്ന് വിചാരിക്കും. പണ്ടൊക്കെ സ്മെല്ലുകൊണ്ട് മനസ്സിലാക്കി, ഇപ്പോൾ സ്മെല്ലുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിടയിൽ പേടി തന്നെയാണ് ഈ സിനിമയെ ഹിറ്റാക്കിയ ഒരു പ്രധാനപ്പെട്ട കാരണം. വെൽ ടേക്കൺ മൂവിയാണ്, പക്ഷേ നമ്മളിടയിൽ ഈ പേടിയുണ്ടല്ലോ. നമുക്ക് എല്ലാ വീട്ടിലെല്ലാം കുട്ടികളില്ലേ, നമ്മുടെ ചുറ്റുപാടും കുട്ടികളില്ലേ, അപ്പോൾ നമുക്ക് അവരെ പറ്റിയുള്ള ആദിയുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ. അപ്പോൾ ആദ്യം തന്നെയാണ് ആ സിനിമയിൽ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു വെൽ ടേക്കൺ മൂവിയാണ്, വലിയ രീതിയിൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം ശീലങ്ങൾ ആ സിനിമ മാറി സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ കുഞ്ചാക്കോ ബോബൻ്റെ ഭയങ്കരമായിട്ടുള്ള ഓരോ സിനിമ കഴിയുമ്പോൾ കുഞ്ചാക്കോ ബോബൻ വളരെ മെച്ചപ്പെട്ട ഒരു ആക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ കുഞ്ചാക്കോ ബോബൻ എവിടെ മിനി അത് പറഞ്ഞാലും മിനി ഇത് പറഞ്ഞാലും എൻ്റെ വേദന അവിടെ തന്നെ നിൽക്കുന്നു എന്നാണ് കുഞ്ചാക്കോ ചോക്ലേറ്റ്. ഇപ്പം അത് മാറിയിട്ട് ഞാൻ ശരിക്കും ഇതിൽ പണ്ടത്തെ ആവനായിലെ മമ്മൂട്ടിനാണ് എനിക്കിതിൽ കുഞ്ചാക്കോ ബോബനെ കണ്ടപ്പോൾ ഓർമ്മ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.